ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 500 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 25,000-ന് മുകളിലാണ്. IT, ബാങ്ക് ഓഹരികളിൽ 2% നേട്ടമുണ്ട്. കൊച്ചിയിൽ നിന്നും സൂര്യശ്രീയാണ് ആ വാർത്തകൾ. സൂര്യശ്രീ, ഈ ഇന്ത്യ അമേരിക്ക ചർച്ചകൾ ബാക്ക് ടു ട്രാക്ക് എന്നൊരു ഫീല് ഉണ്ടാവുന്നത് ഓഹരി വിപണികൾക്ക് നേട്ടമാവുന്നുണ്ടോ? തീർച്ചയായും ഹാഷ്പി, പുതുക്കിയ വ്യാപാര കരാർ തന്നെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണികൾ കാണുന്നത്. വളരെ വലിയൊരു നേട്ടത്തിന്റെ പാതയിലാണ് ഇന്ത്യൻ ഓഹരി വിപണികൾ. കഴിഞ്ഞ മാസമൊക്കെ പഴയ വ്യാപാര കരാർ, പുതുക്കിയ താരിഫ് നയത്തോടനുബന്ധിച്ച് വലിയ രീതിയിലൊരു നഷ്ടം തന്നെ ഓഹരി വിപണിയിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പുതുക്കിയ ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള പുതുക്കിയ വ്യാപാര കരാർ അനുസരിച്ച് വലിയൊരു നേട്ടത്തിന്റെ പാതയിലേക്ക് തന്നെ ഓഹരി വിപണിയെ നയിക്കുന്നതെന്ന് കാണാം. ഇന്ന് രാവിലെ മുതൽ വ്യാപാര ആരംഭത്തിൽ തന്നെ വലിയൊരു നേട്ടത്തിലാണ് ഇന്ത്യൻ ഓഹരി വിപണി. 500 പോയിന്റിലേറെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സ് 500 പോയിന്റിലേറെയാണ് ഇന്ന് ഉയർന്നത്. അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയും 25,000 പോയിന്റിന് മുകളിലേക്കൊക്കെ എത്തി. ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടായിരിക്കുന്നത് ബാങ്ക്, IT ഓഹരികളിലാണ്. ഇതിന് ഏകദേശം 2% നേട്ടമാണ് ഈ ഓഹരികളിൽ മാത്രം ഉണ്ടാവുന്നത്. 16 മേഖലകളിൽ 15 മേഖലയും ഇന്ന് നേട്ടത്തിന്റെ പാതയിലാണെന്ന് തന്നെ കൃത്യമായും പറയാം. ഓട്ടോ മേഖലയിലാണ് കുറച്ച് ഒരു ഇടിവ് ഉണ്ടായത്. പക്ഷേ ബാക്കി 15 മേഖലകളിലും വളരെ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് അട്രാക്ട് തന്നെയാണ് കാണുന്നത്. നിക്ഷേപകർ ആ ഒരു വലിയൊരു ആത്മവിശ്വാസം ഇന്ത്യൻ വിപണിയിൽ കാണിക്കുന്നു എന്നതിന്റെ ശക്തമായ ഒരു പ്രതിഫലനമാണ് ഇന്നത്തെ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഈ ഒരു നേട്ടത്തിന് അല്ലെങ്കിൽ ഉയർച്ചയുടെ ഒക്കെ തന്നെ കാരണം. അതിൽ പ്രധാനമായ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് GSTയിലെ കുറവ് തന്നെയാണ്. GST കുറച്ചതിന്റെ ഒരു നേട്ടം പറയാം. രണ്ടാമതായിട്ടുള്ളത് പ്രധാന കാരണം ഈ പുതുക്കിയ ഇന്ത്യ അമേരിക്ക പുതുക്കിയ വ്യാപാര കരാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓഹരി വിപണിയിൽ വലിയ രീതിയിൽ ആളുകൾ ഒരു ശക്തമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും 16 മേഖലകളിൽ 15 മേഖലയിലും വലിയ രീതിയിലൊരു ആത്മവിശ്വാസം പ്രകടമാകുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ പുതുക്കിയ വ്യാപാര ആരംഭത്തിൽ സെൻസെക്സ് ഏകദേശം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 500 പോയിന്റിലേറെ ഉയരുകയും നിഫ്റ്റി 25,000 പോയിന്റിന് മുകളിലേക്ക് എത്തിയൊരു കാഴ്ചയാണ് ഉണ്ടായത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.